അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ മുൽക്ക് ആമുഖം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വിശുദ്ധ ഖുർആനിലെ 29-ാം ജുസ്ഇലെ ആദ്യ സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. 114 സൂറത്തുകളിൽ 67-ാമത് വരുന്ന ഈ സൂറത്തിൽ 30 ആയത്തുകളാണ് ഉള്ളത്. മക്കയിൽ ഇറങ്ങിയ ഈ അധ്യായം സവിശേഷമായ പ്രാധാന്യമർഹിക്കുന്ന അധ്യായമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങും മുമ്പ് എല്ലാ ദിവസവും പാരായണം ചെയ്തിരുന്ന ഖബർ ശിക്ഷയിൽ നിന്നും വിശ്വാസിയെ രക്ഷിക്കുന്ന ഈ സൂറത്ത് ആരംഭിക്കുന്നത് അള്ളാഹുവിൻ്റെ ആധിപത്യത്തെ കുറിച്ച് സൂചിപ്പിച്ചാണ്. സർവാധിപതിയാണ് അള്ളാഹു, എല്ലാറ്റിനും കഴിവുള്ളവൻ. അവൻ ജനനത്തെയും മരണത്തെയും സൃഷ്ടിച്ചത് മനുഷ്യരിൽ ഏറ്റവും നന്നായി ആരാണ് കർമ്മം ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു 7 ആകാശങ്ങളെ ഒന്നിനു മീതെ ഒന്നായി സൃഷ്ടിച്ചതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഈ അധ്യായം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും കുറവോ ന്യൂനതയോ കാണിച്ചു തരാൻ ആവർത്തിച്ച് വെല്ലുവിളിക്കുന്നുണ്ട്. സമീപസ്ഥ വാനത്തെ വിളക്കുകളാൽ അലങ്കരിച്ചതിനെക്കുറിച്ചും അവ പിശാചുക്കളെ തുരത്താനുള്ള സംവിധാനങ്ങളാണ് എന്നതിനെക്കുറിച്ചും പറഞ്ഞ ശേഷം നരകശിക്ഷയെ സംബന്ധിച്ച് ഈ സൂറത്ത് പരാമർശിക്കുന്നുണ്ട്. സത്യനിഷേധികൾക്ക് നരകശിക്ഷയാണ് ഉള്ളത്. അതിലവർ എറിയപ്പെടുമ്പോൾ അത് തിളച്ചു മറിയുകയായിരിക്കും. ഭീകരമായ ഗർജനം അവർ കേൾക്കും. ക്ഷോഭത്താൽ നരകം പൊട്ടിത്തെറിക്കാറായിട്ടുണ്ടാവും. ഓരോ സംഘവും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ അവരോട് അവിടെ വെച്ച് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ നിങ്ങളുടെ അടുക്കൽ ആളുകൾ എത്തിയിരുന്നില്ലേ എന്ന്. അവർ പറയുന്ന മറുപടി, എത്തിയിരുന്നു, പക്ഷേ ഞങ്ങളന്ന് ഉൾക്കൊണ്ടില്ല, ഞങ്ങൾ തള്ളിപ്പറയുകയാണ് ചെയ്തത് എന്നാണ്. എന്നിട്ട് അവർ വിലപിക്കുന്നുണ്ട്, ഞങ്ങൾ അന്ന് ഉൾക്കൊള്ളുകയോ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഈ നരകാഗ്നിയിൽ ഞങ്ങൾ എത്തിപ്പെടുമായിരുന്നില്ല എന്ന്. അതിനുശേഷം ഈ സൂറത്ത് അള്ളാഹുവെ കാണാതെ തന്നെ ഭയപ്പെടുന്നവർക്ക് കിട്ടുന്ന പാപവിമുക്തിയെയും വലിയ പ്രതിഫലത്തെയും സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. എല്ലാം അറിയുന്ന റബ്ബിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഈ അധ്യായം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഭൂമിയിൽ എല്ലാ മനുഷ്യന് അധീനപ്പെടുത്തി തന്നത് എന്ന വലിയ അനുഗ്രഹത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ഈ സൂറത്തിൽ നിങ്ങൾക്ക് വലിയ നിർഭയത്വമുണ്ടോ ഭൂമി നിങ്ങളെ ആഴ്ത്തിക്കളയുന്നതിനെക്കുറിച്ച്, ആകാശത്ത് നിന്നും നിങ്ങളുടെ മേൽ ചരലുകൾ ചൊരിയുന്ന കാറ്റ് അയക്കുന്നതിനെക്കുറിച്ച് എന്നെല്ലാം കൃത്യമായി ചോദിക്കുന്നുണ്ട്. ശേഷം ഉപരിലോകത്ത് തങ്ങൾക്ക് മുകളിൽ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികളെ സംബന്ധിച്ച്, അവയെ താങ്ങി നിർത്തുന്ന റബ്ബിനെക്കുറിച്ച് കൃത്യമായി ഈ സൂറത്ത് പഠിപ്പിക്കുന്നു. അള്ളാഹു എന്ന പരമകാരുണികനല്ലാതെ മനുഷ്യരെ സഹായിക്കാൻ ആരുമില്ല എന്ന സത്യം ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഈ സൂറത്ത് സത്യനിഷേധികൾ വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്നും പറയുന്നുണ്ട്. അള്ളാഹു അവൻ്റെ വിഭവങ്ങൾ വിലക്കിയാൽ അന്നം നൽകാൻ ഭൂമിയിൽ ആരുമില്ല എന്ന ഗൗരവപ്പെട്ട കാര്യവും ഈ സൂറത്ത് പരാമർശിക്കുന്നു. സത്യപാതയിലൂടെ നിവർന്ന് നടക്കുന്നവനാണ് നേർവഴിയിലെന്നും സത്യത്തിന് നേരെ മുഖം തിരിച്ച് നടക്കുന്നവനല്ല നേർവഴിയിലെന്നും ഈ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹുവാണ് സൃഷ്ടിച്ചതെന്നും കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും നൽകിയതെന്നും പഠിപ്പിക്കുന്ന ഈ അധ്യായം കുറച്ചു മാത്രം നന്ദി കാണിക്കുന്ന ആളുകളെക്കുറിച്ച് പരാമർശിക്കുന്നു. ഭൂമിയിൽ നമ്മെ സൃഷ്ടിച്ചത് റബ്ബാണ്, ആ റബ്ബിലേക്ക് തന്നെയാണ് നാം മടങ്ങിപ്പോകേണ്ടത് എന്ന് കൃത്യമായി വെളിപ്പെടുത്തുന്ന ഈ അധ്യായം അതിനെ നിഷേധിക്കുന്ന ആളുകളുടെ ചോദ്യങ്ങളെക്കുറിച്ചും അതെന്ന് പുലരുമെന്ന ആ ചോദ്യത്തിന് അത് റബ്ബിൻ്റെ അടുക്കൽ മാത്രം ഉള്ള അറിവാണ് എന്ന മറുപടിയും നൽകുന്നുണ്ട്. അള്ളാഹു മുന്നറിയിപ്പ് നൽകുന്ന ഈ അന്ത്യദിനം മുന്നിലെത്തുമ്പോൾ ശോകമൂകരായി വിഷാദമൂകരായി സത്യനിഷേധികൾ മാറും. നിങ്ങളെന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അള്ളാഹു നശിപ്പിക്കാനോ കരുണ ചൊരിയാനോ തീരുമാനിച്ചാൽ
റബ്ബിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷിക്കാൻ ആരാണുള്ളത്? പരമകാരുണികനായ അവനിൽ വിശ്വസിച്ചാൽ, അവനിൽ ഭരമേൽപ്പിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ. അല്ലാത്തവർ വഴികേടിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തെ, തെളിനീരുറവയെ വറ്റിച്ചു കളഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് വെള്ളം തരിക? നിങ്ങൾ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഗൗരവപ്പെട്ട ചോദ്യം ചോദിച്ചാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഒട്ടേറെ വളരെ പ്രാധാന്യമേറിയ പ്രമേയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ അധ്യായത്തെ അടുത്ത് പഠിക്കാനും അറിയാനും പ്രചരിപ്പിക്കാനും എല്ലാ ദിവസവും പാരായണം ചെയ്ത് ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷ നേടാനും നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.